നമ്മുടെ പെപ്പെ ആൻ്റണി വർഗീസ് നായകനായ ചിത്രമായിരുന്നു കാട്ടാളൻ. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു. കാടും ആനയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വലിയ ഓളമൊന്നും സൃഷ്ടിക്കാതെ ചിത്രം മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു ദൃശ്യത്തിന് പോലും ഒരു ഭീഷണിയായി വരുമോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ആദ്യ ദിവസം 9 കോടി രൂപയാണ് ചിത്രം നേടിയത്. അത് ആൻ്റണി വർഗീസിനെ പോലുള്ള ഒരു നായകൻ്റെ ചിത്രത്തിന് ആദ്യ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 9 കോടി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ പ്രതീക്ഷ എന്തുമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ മികച്ച രീതിയിൽ പോകേണ്ട ഒരു ചിത്രമായിരുന്നു. ഒരുപക്ഷെ 2 ദിവസം കൊണ്ടൊക്കെ ഒരു 25 കോടിയൊക്കെ എത്തേണ്ട ചിത്രമായിരുന്നു. പോസിറ്റീവ് നേടിയ അത്രയും ഹൈപ്പിൽ വന്നൊരു ചിത്രമായിരുന്നു. പക്ഷേ ഇത് തിയേറ്ററിൽ തികഞ്ഞ പരാജയമാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നത്തെ കളക്ഷൻ എടുത്താലും കേരളത്തിൽ നിന്ന് 95 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. പിന്നെ കേരള കളക്ഷൻ ആദ്യ ദിവസത്തെ 3.5 കോടി രൂപയായിരുന്നു. 95 4.5 കോടി റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേരള കളക്ഷൻ. എനിക്ക് തോന്നുന്നു നല്ല കളക്ഷനാണ്. 2 ദിവസത്തെ കളക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ 4.5 കോടി എന്ന് പറഞ്ഞാൽ വളരെ കുറവുള്ള കളക്ഷനൊന്നുമില്ല. പക്ഷേ ടിക്കറ്റിൻ്റെ നിലവാരം, ടിക്കറ്റ് വിൽപ്പനയും അതുപോലെ കളക്ഷനൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ചിത്രത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പ്രമുഖ ട്രാക്കർമാരായ ഫാക്നിക്ക് പുറത്തുവിട്ടുന്ന കണക്കും പ്രകാരം ഇന്നലെ കർണാടകത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 9 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 35 ലക്ഷവും തെലുങ്കാനയിൽ നിന്ന് 35 ലക്ഷവും 35 ലക്ഷം കിട്ടിയിരിക്കുന്ന 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടും കുറവായിരുന്നു. അങ്ങനെ ടോട്ടൽ കളക്ഷൻ ഇന്ത്യാഗ്രോഫായിട്ട് കാണിക്കുന്നത് 1,84 ലക്ഷം രൂപയാണ്. അതിൽ 95 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തെ അപേക്ഷിച്ച് തെലുങ്കാനയിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഹിന്ദി ബെൽറ്റും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ 35 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ മികച്ച കളക്ഷനാണെന്ന് തോന്നുന്നു. കാരണം അവിടെയൊക്കെ ഈ ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഈ ചിത്രത്തെ സംബന്ധിച്ച്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. വേൾഡ് വൈഡ് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഏകദേശം ആദ്യ ദിവസം 9 കോടി 2 ലക്ഷമായിരുന്നു വേൾഡ് വൈഡ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക ഏകദേശം 3.5-4 കോടി കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിലാണ്. ഇന്ത്യാഗ്രോഫ് 1,84 കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 4 കോടിക്കടുത്ത് വേൾഡ് വൈഡ് കളക്ഷന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്നുകൊണ്ട് നാളെ അപ്പം 2 ദിവസം കൊണ്ട് ഒരുപക്ഷെ 15 കോടി എത്തിയേക്കാം. 14-15 കോടി റേഞ്ചിലേക്ക് കാട്ടാളനെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പൊതുവേ ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമ്മൾ നോക്കുമ്പോൾ 2 ദിവസം കൊണ്ട് 14-15 കോടി റേഞ്ച് എന്ന് പറയുമ്പം നമുക്ക് തോന്നും മികച്ച കളക്ഷൻ അല്ലേ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ചിത്രത്തിൻ്റെ ടിക്കറ്റ് നിലവാരവും വിറ്റുപോകുന്ന ടിക്കറ്റിൻ്റെ എണ്ണമൊക്കെ വളരെ കുറയുന്നു. പെട്ടെന്ന് കുറഞ്ഞു വരുന്നു. ഈ ബുക്ക് മൈ ഷോ നമ്മൾ പരിശോധിക്കുമ്പം 100-ൽ കൂടുതൽ ഇൻട്രസ്റ്റ് നേടിയൊരു ചിത്രമായിരുന്നു. ദൃശ്യം പോലും 100-ന് മുകളിലായിരുന്നു. അങ്ങനെ അപൂർവം ചിത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിനിടയിൽ കാട്ടാളം കയറി വന്നു എന്ന് പറയുമ്പം അത്രമേൽ ആൾക്കാർ പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ ഇന്നലത്തെ ടിക്കറ്റിൻ്റെ 24 മണിക്കൂർ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ ടിക്കറ്റ് എന്ന് പറയുന്നത് 16,860 ടിക്കറ്റ് മാത്രം. 16,860 ടിക്കറ്റ് മാത്രം 24 മണിക്കൂർ കൊണ്ട് മാത്രമാണ് വിറ്റത്. അതാണ് ആ ചിത്രത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ദിശ നിയന്ത്രിക്കുന്നത്. കാരണം ദൃശ്യം എന്ന് പറയുന്ന ചിത്രം 16,000 കഴിഞ്ഞ് ഒരു മണിക്കൂറിൽ 16,000 കഴിഞ്ഞൊക്കെ മാറുന്നു. ആ സമയത്താണ് മികച്ച രീതിയിൽ ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു ചിത്രം കാട്ടാളൻ എന്ന് പറയുന്ന ചിത്രം ഇങ്ങനത്തെ നിലയെത്തിയത്. അതുകൊണ്ടാണ് ചിത്രത്തിൻ്റെ വിജയത്തെപ്പറ്റി നമുക്ക് വ്യാകുലതയുള്ളത്. ഒരു പരാജയ ചിത്രമാകാനാണ് സാധ്യത. ഏതായാലും മികച്ച ചിത്രങ്ങൾ വിജയിക്കട്ടെ, ഈ ചിത്രവും വൻ വിജയമായി മാറട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ